അങ്ങനെ മക്കളുടെ എക്സാം ഒക്കെ കഴിഞ്ഞു, വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പൊ ഈ വെക്കേഷൻ അവർക്ക് കുക്കിംഗ് പഠിക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇത് ഐശ്വര്യമായിട്ട് കുഞ്ഞിപ്പത്തലിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ കുഞ്ഞിപ്പത്തൽ ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് പത്തലപൊടി എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പൊ കുറെ നാളായിട്ട് ടേസ്റ്റി ഫുഡിന്റെ ഈ ഒരു പത്തലപൊടിയാണ് കേട്ടോ എടുക്കുന്നത്. ഇതാകുമ്പോ എളുപ്പമാണ് കേട്ടോ പണി. നമുക്ക് ചൂടുവെള്ളത്തിന്റെ ആവശ്യമില്ല, മാവ് കുഴച്ച് കഷ്ടപ്പെടുക ഒന്നും വേണ്ട കേട്ടോ. പത്തലപൊടിയിലേക്ക് കുറച്ച് ഉപ്പും നെയ്യും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയും ചെറിയുള്ളിയും പെരിഞ്ചീരകവും കൂടെ ചതച്ച് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പച്ചവെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പത്തലപൊടി ഉണ്ടല്ലോ, നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാനും ഇലയട, മീൻപത്തിരി ഇതൊക്കെ ഉണ്ടാക്കാൻ അടിപൊളിയാണ് കേട്ടോ. മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുത്ത ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇനി വിരലുകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കുഞ്ഞിപ്പത്തലിന്റെ ഷേപ്പിലാക്കി എടുക്കാം. അപ്പൊ കുഞ്ഞിപ്പത്തൽ ഉണ്ടാക്കുന്ന പണി ഞാൻ പിള്ളേരെ ഏൽപ്പിച്ചതായിരുന്നു. സത്യം പറഞ്ഞാൽ എന്നെക്കാളും സ്പീഡിൽ അവർ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഇനി 2 സെറ്റായിട്ട് ഞാൻ കുഞ്ഞിപ്പത്തൽ ആവിയിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കൻ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റി മസാലപ്പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാല നല്ലപോലെ വഴറ്റിയെടുത്ത ശേഷം ചിക്കൻ ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് മൂടി വെച്ച് ഒരു 15-20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട തേങ്ങ, ചെറിയുള്ളി, പെരിഞ്ചീരകം, കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ വറുത്ത് അരച്ചെടുക്കാം. ഇതും കൂടെ കറിയിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കുഞ്ഞിപ്പത്തലും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് കുറുക്കി വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി കുഞ്ഞിപ്പത്തൽ റെഡിയായി. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.